പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യവും 8ഉം 9ഉം 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കട്ടെ. എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. 6-ാം വാക്യം, ഉറപ്പും 5ൻ്റെ അവസാനം, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൻ്റെ ദാസനായ മോശ ആ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് തൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ദൈവം യോശുവ എന്ന ആ പുരുഷനെ തിരഞ്ഞെടുത്തു, അത് നിയമിച്ചാക്കുന്നു. ആ യോശുവയോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മോശയോട് കൂടെ ഞാൻ ഇരുന്നതുപോലെ തന്നെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. ദൈവം ഒരു പ്രവൃത്തി ഒരു മനുഷ്യനെ ഏൽപ്പിക്കുമ്പോൾ അത് അവൻ്റെ സ്വന്തം കഴിവിലോ വിവേകത്തിലോ ചെയ്യുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നൽകുന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ ആലോചന പ്രകാരം ആ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മെക്കുറിച്ചും അതേ വാസ്തവം തന്നെയാണ്. നമ്മെ ഏതുദ്ദേശത്തിനായി കർത്താവ് വിളിച്ചുവോ അത് നമ്മിലൂടെ നിവർത്തിച്ചെടുക്കുവാൻ വേണ്ടതായ എല്ലാ ആലോചനയും തരുവാൻ, എല്ലാ കൃപയും പെരുക്കുവാൻ, സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ തന്നെയാണ്. നമ്മെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യോശുവ ചെയ്ത ഒരു കാര്യം, ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു, ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ചു, അവൻ്റെ വഴികളിൽ നടക്കുവാൻ മനസ്സ് വെച്ചു. അതുകൊണ്ട് യോശുവയിലൂടെ വീണ്ടും തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള പദ്ധതികളെ നിറവേറ്റുവാൻ ദൈവം ഇടയാക്കി. നമ്മോടുള്ള ബന്ധത്തിലും ഇവിടെ പറയുന്നത്, നീ അത് ചെയ്യുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നമ്മുടെ ജീവിതത്തിലും നാം ശുഭതയെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ വരണം, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നാം ചിന്തിക്കുമ്പോൾ അതിനുള്ള ഏക മുഖാന്തരം ദൈവത്തിൻ്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, അതിനെ അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കണം. എങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുത്തുവാനിടയാകും. ഇത് നമുക്കൊരു ബുദ്ധി ഉപദേശമായി ഇന്ന് പകൽക്കാലമായിരിക്കട്ടെ. മോശയോടുകൂടെ ഇരുന്ന ദൈവം യോശുവയോട് കൂടെ ഇരിക്കുമെന്ന് മാത്രമല്ല, യോശുവയോട് പോലെ തന്നെ ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുകയും അതിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവരോട് കൂടെയും ഇരുന്ന് അവരുടെ കൈകൾക്ക് ശുഭത നൽകും, അവരുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കും. അവരെ ഒരു നാളും കൈവിടാത്തവനും ഉപേക്ഷിക്കാത്തവനുമായി കർത്താവ് കൂടെയിരിക്കും. അതാണ് നമുക്കുമുള്ള വാഗ്ദത്തം. വീണ്ടും വീണ്ടും ദൈവവചനത്തിലുടനീളം ആവർത്തിച്ച് കാണുന്ന ഒരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, എബ്രായ ലേഖന കർത്താവും അതുതന്നെയാണ്. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ ഭാരങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ശബ്ദം, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നുള്ള ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കട്ടെ. അത് നമുക്ക് ധൈര്യമാണ്, അത് നമുക്ക് ഉറപ്പാണ്. വാഗ്ദത്തം ചെയ്തവൻ ഒരിക്കലും നമ്മെ വിട്ടുപോകുകയില്ല. അവനത് നിവർത്തിപ്പാൻ തക്കവണ്ണം ശക്തനും മതിയായവനുമായിരിക്കൊണ്ട് ഈ കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം. ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന
എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ വാഗ്ദത്ത കനാനിൽ എത്തിച്ചേരുവോളം അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമായിരിക്കൊണ്ട് നമുക്കവനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്.